ഹായ്, വെൽക്കം ബാക്ക്. സന്നം വ്ളോഗിൻ്റെ കുഞ്ഞു വിശേഷം കാണാം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എഗ്ഗ് മുട്ട ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിന് റൈസ് ഏതെടുത്തെന്ന് വെച്ചാൽ ഫാമിലി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫാമിലി റൈസ് നമ്മൾ സാധാരണ വേവിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്നില്ലേ, അതുപോലെയാണ് തിളപ്പിച്ചിട്ട് ഞാൻ കണ്ണം പാത്രത്തിൽ എടുത്തു. വേവിക്കുന്ന സമയത്ത് അതിലേക്ക് നെയ്ച്ചോറ് മസാലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് ചെറുപ്പുളിയും അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല അരി വേവിക്കുന്ന സമയത്ത് ഓരോന്നും നമുക്കിങ്ങനെ നല്ലൊരു കുതിർന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ബിരിയാണി ആക്കാൻ വേണ്ടി നിങ്ങൾ എത്ര മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ആ മുട്ട നമ്മൾ മസാലകളൊക്കെ പൊതിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇതിനൊക്കെ ഞാൻ ക്യാരറ്റ് ഗ്രീൻ പീൻസ് ഉണ്ടായിരുന്നില്ല. നെയ്ച്ചോറ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ക്യാരറ്റും ഗ്രീൻ പീസ് ഇട്ട് കൊടുത്താൽ നല്ല ചോറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ബിരിയാണി ആക്കുന്നത് പോലെ തന്നെ നമ്മൾ മസാല ആക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ അത് മുട്ട ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ സാധാരണ മസാല ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കുഞ്ഞ് വിശേഷം ചോദിക്കാം. നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മഴയുണ്ടോ? ഇവിടെ ചിങ്ങമാസത്തിൽ സാധാരണ മഴ പെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മഴ വരാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് നല്ല ചൂടുമാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഇപ്പോൾ നമ്മൾ മസാലകളൊക്കെ റെഡിയായിട്ട് വിട്ടിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുറച്ച് പച്ചമുളകിലാണ് കേട്ടോ, വേറെ ഒന്നും മസാല അങ്ങനെ ഇട്ടിട്ടില്ല. എന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ ബിരിയാണി ആക്കാൻ വേണ്ടി പച്ചമുളക് ചതച്ചിട്ട് അതിലുള്ള ഇതാക്കിയിട്ടാണ് ഞാൻ ഇന്ന് മസാല ഇത് കഴിച്ച് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഇപ്പോൾ നമ്മൾ ടൈഗറിനേക്കാളും ബെറ്റർ അരിയത്തെന്ന് തോന്നുന്നുണ്ട് ഫാമിലി അരിയാണ്. അത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളായിരുന്നു പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞു നീ ടൈഗർ വാങ്ങിക്കണ്ട, നീ ഫാമിലി വാങ്ങിച്ചു അതേ റേറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഫാമിലി ചോറിന്, ഫാമിലി അരിക്കുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ദം അരി ഉണ്ടാകുന്നില്ലേ, അതും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാനിപ്പോൾ അരിയാണ് യൂസ് ചെയ്തിരുന്നത്. കുറേ സമയം വേവിക്കും. ഇതിപ്പോൾ ഞാൻ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില, കറിവേപ്പില, പുതിനയില ഇതൊക്കെ ഇതിലേക്ക് നമ്മൾ സാധാരണ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാം മസാലയായി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടാക്കും. പിന്നെ അതിലേക്ക് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി, ഗരം മസാല, പെപ്പർ മസാല എല്ലാ മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എരിവ് അത്യാവശ്യത്തിന് പച്ചമുളക് ഇട്ടതുകൊണ്ട് പിന്നെ എരിവ് വേറെ ഒന്നും എരിവ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. നല്ല അത് നമ്മൾ ബിരിയാണി കഴിക്കുന്ന സമയത്തല്ലേ, നല്ല ചൂടോടെ കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇത് നൈറ്റിലായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉച്ചക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് പറ്റിയില്ല, ഉച്ചക്ക് തലവേദന ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പം അങ്ങനെ രാത്രിക്കാണ് ഞാനപ്പോൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ നല്ലൊരു ബിരിയാണിയായി. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ബിരിയാണിയൊക്കെ ശ്രമിക്കും. എല്ലാവർക്കും അറിയാം എളുപ്പത്തിൽ തന്നെ നമുക്കിപ്പോൾ മുമ്പത്തെ പോലെ ഒന്നല്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇത്ര ചെറിയ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഓണമായല്ലോ, അപ്പോൾ ഓണത്തിൻ്റെ എക്സാമാണ് കുട്ടികൾക്ക്. പിന്നെ ചില മദ്രസയിലെ എക്സാം കഴിഞ്ഞു, ചില മദ്രസിൻ്റെ എക്സാം ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മോൾക്കെല്ലാം ഇപ്പോൾ എക്സാമിൻ്റെ മദ്രസയിലെ എക്സാം നടക്കുകയാണ്. പിന്നെ ഓണത്തിൻ്റെ എക്സാം വരുന്നുണ്ട്. എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് ഭയങ്കര എന്താണെന്ന് പറയുന്നത്, നമുക്കൊരു ടെൻഷൻ പിടിച്ചതാണ്. ചെറിയ പിള്ളേരാകുമ്പോൾ അവരെ പഠിപ്പിച്ചെടുക്കണോ. വലിയ പിള്ളേരാണ് അവർ സ്വന്തമായിട്ട് പഠിച്ചോളൂ. ചെറിയ പിള്ളേരാണെങ്കിൽ നമ്മൾ അവരെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ അപ്പുറത്ത് എത്തുമ്പോൾ അവരെന്തെങ്കിലും ടോയ്സോ വിട്ടിട്ട് അവിടെ കളിക്കുന്നുണ്ടാവും. അതാണ് അവരെ ശീലം. മനസ്സിലായി? നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ആയിരിക്കൂലേ, അത് പഠിച്ച് എന്തെങ്കിലും പഠിക്കാൻ കൊടുക്കും. നോക്കുന്ന സമയത്ത് അവർ ടോയ്സും വെച്ചിട്ട് അവർ കളിക്കുന്നുണ്ടാവും. അപ്പം എനിക്കിപ്പോൾ മസാലയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാല ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാലകളെ നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത് അതിലേക്ക്. പിന്നെ ചെറുപ്പുളി ഒഴിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരെല്ലാം ഒഴിച്ച് കൊടുക്കുക. സാധാരണ ബിരിയാണി ആക്കുന്ന സമയത്ത് തൈരെല്ലാം ഒഴിച്ച് കൊടുക്കാറുണ്ടല്ലേ, അത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കട്ടോ. ഞാനപ്പോൾ അതൊന്നും കുറച്ച് പേരുള്ളത് കൊണ്ട് അതൊന്നും ഞാൻ ഉണ്ടാക്കി. പക്ഷെ
ബിരിയാണി ആണെങ്കിൽ നല്ലൊരു ബിരിയാണിയാണ്. ചൂടോടെ കഴിക്കുന്ന സമയത്ത് ആ റൈസിൻ്റെ ഏറ്റവും നമുക്ക് ബിരിയാണിയിലെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് റൈസിലാണ്. നല്ല റൈസാണെങ്കിൽ ആ ബിരിയാണി നല്ല സൂപ്പറായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള റൈസാണെങ്കിൽ നല്ല റൈസാണെങ്കിലെങ്കിൽ നമുക്ക് ബിരിയാണി സൂപ്പറായിട്ട് കിട്ടൂല. നമ്മളെ റൈസിലിരിക്കുന്ന നമ്മുടെ ബിരിയാണീൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ബിരിയാണി ആക്കുന്ന സമയത്ത് നമ്മൾ എഗ്ഗ് എപ്പോഴും നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സാധാരണ ബിരിയാണീൻ്റെ നമ്മൾ ചിക്കൻ ബിരിയാണി പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.